ദില്ലി സമരത്തിനെത്തിയത് സാധാരണക്കാരും വിദ്യാർത്ഥികളും ഒക്കെയാണ് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ വിദ്യാർത്ഥികളെയല്ല, 2873 ക്രിമിനലുകളാണ് എത്തിയത് എന്നുള്ളത് ഫേസ് റെക്കഗ്നീഷൻ ആപ്പുകൾ എയുടെ സഹായത്തോടു കൂടി സർക്കാർ കണ്ടെത്തി കഴിഞ്ഞു. ക്രിമിനൽ കേസിലെ പ്രതികൾ, അതിൽ 101 പേർ കൊലപാതക കേസിലെ പ്രതികളാണ്, അതായത് മർഡറർ അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് ഇതിന് എത്തിയിരിക്കുന്നത്. അത് മാത്രവുമല്ല, കേരളത്തിൽ നിന്നടക്കം ഒരു വലിയ മുതലാളി അയാളുടെ തൊഴിലാളികളെ അടക്കം, അയാളുടെ ജീവനക്കാരെ അടക്കം രാജ്യത്തെ സർക്കാരിനെതിരെ സമരം ചെയ്യാൻ വേണ്ടി പറഞ്ഞു വിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത്രയേറെ ക്രിമിനൽ വൽക്കരിക്കപ്പെട്ട ഒരു സമരമായി പാറ്റ സമരം ഡൽഹിയിൽ മാറിയിരിക്കുന്നു. ആ സമരത്തെയാണ് സർക്കാർ അടിച്ചമർത്താൻ ശ്രമിച്ചത്. അങ്ങനെയുള്ള ക്രിമിനൽസിനെയാണ് ജയിലിലാക്കാൻ ശ്രമിച്ചത്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ പിടിയിലായിരിക്കുന്നവർ ക്രിമിനലുകളാണ് എന്ന് ഉറപ്പിക്കാൻ കഴിയും. എന്നിട്ടും ഇവിടെ മുറവിളി വിദ്യാർത്ഥികളെ ജയിലിലാക്കി അവരെ ശിക്ഷിക്കാൻ ശ്രമിക്കുന്നു, അവരുടെ പേരിൽ കേസെടുക്കുന്നതാണ്. സാറിൻ്റെ അഭിപ്രായം എന്താണ് ഇക്കാര്യത്തിൽ? ഇതിൽ രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, ഇതിൽ പങ്കെടുത്തിട്ടുള്ള യഥാർത്ഥ വിദ്യാർത്ഥികളുണ്ടാകാം. ആ യഥാർത്ഥ വിദ്യാർത്ഥികൾ അവർ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നവരും അല്ലായിരിക്കാം. അവർ വളരെ കൃത്യമായിട്ട് അവരുടെ ഒരു ജെന്യുവനായിട്ടുള്ള ഗ്രീവൻസ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടും, കാരണം അവർക്കും അതിനകത്ത് രോഷമുണ്ട്. നടപടികളെല്ലാം ഗവൺമെൻറ് പൂർത്തിയാക്കിയെങ്കിലും ആ മന്ത്രിയും കൂടി രാജിവെച്ചാലേ അവർക്ക് തൃപ്തിയാകുള്ളൂ എന്നതുകൊണ്ടാണ് അവരത് നടത്തിയത്. അത് സമ്മതിച്ച്. പക്ഷേ ഇത് രണ്ടായിട്ട് കാണണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഒന്നെന്താണ്? ഒന്ന്, ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുള്ളവരെ ഒഴിവാക്കാൻ പറ്റില്ല. അതെ, ക്രിമിനൽ കുറ്റം ചെയ്യാത്തവരുണ്ട്, അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അനീതിയാണ്, ഒഴിവാക്കിയും വേണം. സുപ്രീം കോടതിയുടെ സ്റ്റാൻഡ് വ്യക്തമാണ്. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ രീതിയിലുള്ള ക്രിമിനൽ ഒഫൻസാണ് ഇവർ ചെയ്തിരിക്കുന്നത്, ചെറുതൊന്നുമല്ല, വലിയ രീതിയിലുള്ളതാണ്. അത് കാരണം ഇപ്പം നേരത്തെ പറഞ്ഞ രീതിയിൽ ആരൊക്കെയാണ് ഉള്ളത്? ക്രിമിനൽസ് ഉണ്ട്, കൊലപാതകികളുണ്ട്, ഷഹീൻ ബാഗ് പോലുള്ള പ്രദേശങ്ങളിൽ നിന്ന് വന്ന അക്രമികളുണ്ട്. അപ്പോൾ ഇതിൽ അക്രമം നടത്താൻ താല്പര്യമുള്ള അക്രമികളായിട്ടുള്ളൊരു വലിയ സംഘവും കൂടി ഇതിനകത്ത് ഉണ്ടായിരുന്നു. അക്കാര്യത്തിൽ സംശയമില്ല. അവരുണ്ടായിരുന്ന് അവരാണ് അക്രമം നടത്തിയിട്ടുള്ളതിന് അക്രമം നടത്തിയിട്ടുള്ളവർക്കെതിരെ അക്രമത്തിൻ്റെ കേസെടുക്കേണ്ടി വരും. അതെ, സർക്കാർ സംവിധാനങ്ങൾ തകർക്കുക, വാഹനങ്ങൾ തകർക്കുക, വസ്തുവകകൾക്ക് കേടുവരുത്തുക, ജനങ്ങളെ ആക്രമിക്കുക, ഇതൊക്കെ ചെയ്തിട്ടുള്ളവർക്ക് നിയമലംഘനം നടത്തുക തുടങ്ങിയിട്ടുള്ള കുറ്റകൃത്യം ചെയ്തവരെ തീർച്ചയായിട്ടും നിയമപരമായിട്ട് ശിക്ഷിക്കേണ്ടി വരും. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ പേരിൽ ഒരു കാരണവശാലും ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുള്ളവരെ ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെ ഒഴിവാക്കണമെങ്കിൽ കോടതി ഒഴിവാക്കണം. അതേ സമയത്ത് നിരപരാധികളായിട്ടുള്ള ഈ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളവരുണ്ട്. പിന്നെ ഈ സമരത്തിൽ പങ്കെടുത്ത് പേരുണ്ടാക്കാം എന്ന് കരുതി അവിടെ ചെന്നിട്ടുള്ളവരുണ്ട്. MA ബേബി, ജോൺ ബ്രിട്ടാസ്, പിന്നെ വിഷ്ണുനാഥ്, ഇങ്ങനെ ഒരുപാട് പേര്, രഞ്ജിനി ഹരിദാസ്, ഇങ്ങനെ ഒരുപാട് പേര് അവിടെ ചെന്നിട്ടുണ്ട്. അവരങ്ങനെയല്ല, ഇതിൻ്റെ പേരിൽ പോയി കഴിഞ്ഞാൽ 2 ദിവസത്തേക്ക് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാം എന്ന് കരുതി ചെയ്തിട്ടുള്ളവരാണ്. അവരും ക്രിമിനൽ കേസിൽ ഇൻവോൾവ് ആണെങ്കിൽ അവർക്കെതിരെയും കേസ് എടുക്കണം, അതിൽ തർക്കമില്ല. സുപ്രീം കോടതി അക്കാര്യത്തിലൊരു വ്യക്തത വരുത്തി. അതിനെന്താ ചെയ്യേണ്ടത്? സമഗ്രമായ ഒരു അന്വേഷണം നടത്തിയിട്ട് ആ അന്വേഷണത്തിൻ്റെ ഉള്ളിൽ ആരൊക്കെയാണ് ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഇടപെട്ട്, ഇപ്പോൾ എവിഡൻസ് ഉണ്ടല്ലോ, നേരത്തെ പ്രിയൻ പറഞ്ഞ രീതിയിൽ ഇത് കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന എവിഡൻസ് ഉണ്ട്. ആ എവിഡൻസ് ഉള്ള സ്ഥിതിക്ക് ആ കുറ്റകൃത്യം ചെയ്തവരാരെയും രക്ഷപ്പെടുത്താനായിട്ട് സാധ്യമേ അല്ല. കുറ്റകൃത്യം ചെയ്തവർ രക്ഷപ്പെടില്ല. പക്ഷേ കുറ്റകൃത്യം ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടാനും പാടില്ല. അതെ. അപ്പോൾ 2 കാര്യങ്ങൾ ഇതിനകത്ത് സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി പറഞ്ഞേക്കണ 3ാമത്തെ കാര്യം, അത് അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് ചെയ്യണം എന്നാണ്. ഇനി ഈ സമരം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഉടനെ കരുതിയത് ഇത് വെച്ചിട്ട് ഇപ്പം മോദിയെ താഴെ ഇറക്കാൻ കഴിയും എന്നാണ് കേരളത്തിലെ മാധ്യമ പ്രമുഖർ എന്ന് സ്വയം അവകാശപ്പെട്ടിരിക്കുന്നവർ കരുതിയത്. നെടുനടങ്കൻ വാചകങ്ങളിൽ അവർ പ്രസംഗം ആരംഭിച്ചു. ഇതാ അഹോ എന്ത്. ഈ അഹോ പറയുന്നവരാരും പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചോദ്യപേപ്പർ ചോർന്നതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അന്ന് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഉത്തരവാദിത്വം മന്ത്രി എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രിക്കും പിന്നെ ചെയർമാനുമാണ്.
മുഖ്യമന്ത്രിയും ചെയർമാനും സെക്രട്ടറിയും കൺട്രോളർ ഓഫ് എക്സാമിനേഷനും രാജിവെക്കണമെന്ന് ഇവരാരും ആവശ്യപ്പെട്ടിട്ടില്ല. അല്ലേ? ഒരിടത്തും ആവശ്യപ്പെട്ടിട്ടില്ല. 10ാം ക്ലാസ്സിലെ ചോദ്യപേപ്പർ ചോരുമ്പോഴും സർവകലാശാലകളിലെ ചോദ്യപേപ്പർ ചോരുമ്പോഴും അവിടുത്തെ ഏതെങ്കിലും ഒരാൾ ഇതിൻ്റെ പേരിൽ രാജിവെച്ച് പോകണമെന്ന് ഇവരാരും ആവശ്യപ്പെട്ടിട്ടേ ഇല്ല. അപ്പോൾ ഇപ്പോൾ ഈ മാപ്രകൾ ഇങ്ങനെ കിടന്ന് കലിതുള്ളി പറയുമ്പോൾ ഇവർ പറയണം അവിടെ അഴിമതി നടന്നിരിക്കുന്നു, അതുകൊണ്ട് അവരെ മറ്റില്ല എന്നാണ് പറയണത്. ഇതിന് ഉത്തരവാദികളായ ഇതിൻ്റെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെയും അതിന് ഉത്തരവാദിയായ മന്ത്രിയും ഉടൻ രാജിവെക്കണം എന്ന് ഇവരെന്തുകൊണ്ട് ആവശ്യപ്പെടേണ്ടതില്ല? ഇവരാവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇവരുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ പ്രേരിതമായിരിക്കും. ആ രാഷ്ട്രീയത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളൊരു വിഭാഗമുണ്ട്. അതാരൊക്കെയാണ്? അത് ഇന്ത്യയുടെ വളർച്ചയിൽ അസൂയാലുക്കളായിട്ടുള്ള ലോകരാജ്യങ്ങളുണ്ട്. അമേരിക്കയുണ്ട്, ചൈനയുണ്ട്. അമേരിക്കയും ചൈനയുടെയും താല്പര്യം ഇതിനകത്തുണ്ടായിരുന്നു. അമേരിക്കയുടെ താല്പര്യം കൊണ്ടാണ്, ചൈനയുടെ താല്പര്യം കൊണ്ടാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനകത്ത് ഇടപെട്ടതെന്നുള്ള കാര്യം ഇപ്പോൾ ഉറപ്പിക്കാൻ പറ്റില്ല. രണ്ടും ആകാം. അതെ. പക്ഷെ ആരുടെയോ താല്പര്യമുണ്ട്. എന്താ കാരണം? കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് വരെ സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് യാതൊന്നും ചെയ്തിട്ടില്ല. അന്യരാജ്യങ്ങളുടെ ആജ്ഞ സ്വീകരിച്ച് സ്വന്തം രാജ്യത്തിനെതിരെ കലാപം നടത്തുക എന്നത് ശീലമാക്കിയിട്ടുള്ളതാണ് പൊതുവേ കമ്മ്യൂണിസ്റ്റുകാർ. 42 തുടങ്ങി ഇങ്ങോട്ടാണ് അതാണ് കാണുന്നത്. കുറേ കാലം ഇവർ റഷ്യയുടെ കൂടെ ആയിരുന്നു. റഷ്യ പിന്മാറിക്കഴിഞ്ഞപ്പോഴും കുറേ പേര് CPIക്കാർ റഷ്യയുടെ കൂടെയും ചേർന്ന്, CPMകാർ ചൈനയുടെയും കൂടെയും ചേർന്നു. ചൈനയിൽ തന്നെ വേറൊരു സംഘം വന്ന് ചേർന്ന് ആരുടെ കൂടെയാണ്? മാവോയിസ്റ്റുകളുടെ കൂടെ ചേർന്നു. അപ്പോഴിവരാരും ഇന്ത്യയുടെ കൂടെ ഇല്ല. ഇന്ത്യയുടെ കൂടെ, ഇന്ത്യൻ ജനങ്ങളുടെ കൂടെ, ആ ജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാക്കളുടെ കൂടെ ഇവരില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഇവർക്ക് പങ്കില്ല. ഇവരതിനകത്ത് പങ്കെടുത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഭാഗമുണ്ട്. അവരിപ്പോൾ ചൈനയുടെയോ അമേരിക്കയുടെയോ കൂടെ നിൽക്കുകയാണ്. അത് നിൽക്കട്ടെ. പിന്നെ FCRA നിയമം വരുന്നതിൽ ആശങ്കപ്പെട്ടുകൊണ്ട് കലിതുള്ളി നിൽക്കുന്ന ക്രൈസ്തവരുണ്ട്. FCRA നിയമം പറയുന്നത് നിങ്ങൾ പണം വാങ്ങിക്കഴിഞ്ഞാൽ എന്ത് ആവശ്യത്തിന് വേണ്ടി പണം വാങ്ങിക്കുന്നുവോ ആ ആവശ്യത്തിന് പണം ചിലവാക്കിയിരിക്കണം. വക മാറ്റി ചിലവ് ചെയ്യാൻ പറ്റില്ല. അഥവാ വക മാറ്റി ചിലവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ അംഗീകാരം വേണം. അതായത് എന്താ ഈ വക മാറ്റലെന്നറിയാമോ? കഞ്ഞി വീഴ്ത്താൻ വേണ്ടി വിദേശത്ത് നിന്ന് കാശ് വാങ്ങിയിട്ട് കൊമേഴ്സ്യൽ കെട്ടിടം പണിത് വാടക കൊടുക്കരുത്. അത് ചെയ്യാൻ പാടില്ല. അത് ചെയ്യാനുള്ള അവകാശം താങ്കൾക്ക് ഇനിയും വേണമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ആ വിഭാഗക്കാരുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള വൻ സംഘം ബംഗ്ലാദേശിൻ്റെ അനുഗ്രഹാശിസുകളോടുകൂടി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരുണ്ട്. ഇസ്ലാമിക തീവ്രവാദ സംഘങ്ങളുണ്ട്. അവരുണ്ട്. അവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ സമരത്തിലൂടെ മോദി സർക്കാരിനെ വീഴ്ത്താമെന്ന തെറ്റിദ്ധാരണയിലാണ് അവിടത്തോളം ചെന്നത്. പിന്നെ ഇവർക്കെല്ലാവർക്കും ഏത് പിന്തുണയും കൊടുക്കുന്ന ശകുനിമാരുണ്ട്. ആ ശകുനിമാർ മിക്കവാറും വക്കീലന്മാരായിരിക്കും. കാരണം അവർക്ക് കേസാണ് പ്രധാനം. ഇപ്പം ഒരു വക്കീലിനെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവം കിട്ടിക്കഴിഞ്ഞാൽ 10 കേസ് കിട്ടിക്കഴിഞ്ഞാൽ 5-10 കോടി രൂപ അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു വക്കീലിൻ്റെ. അത് ഏത് വക്കീലായാലും ഒരു വക്കീലിൻ്റെ ഈ കാര്യത്തിലുള്ള താല്പര്യം ജനാധിപത്യ ബോധമോ മതേതരത്വ ബോധമോ മനുഷ്യാവകാശമോ ഒന്നുമല്ല. ഇത് വന്നു കഴിഞ്ഞാൽ 5-10 ക്രിമിനൽ കേസ് കിട്ടും. ആ 5-10 കേസ് കിട്ടിക്കഴിഞ്ഞാൽ തനിക്ക് 5-10 കോടി രൂപ ലാഭം കിട്ടും എന്നുള്ള ലാഭചിന്തയാണ് അവരെ ഇതിൽ പ്രേരിപ്പിക്കുന്നത്. കപിൽ സിബൽ ഇപ്പം തന്നെ പാറ്റാ സമരത്തിന് 1 കോടി രൂപയാണ് സംഭാവന കൊടുത്തത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാകുമല്ലോ. അല്ല, 1 കോടി രൂപ പാറ്റാ സമരത്തിന് സംഭാവന കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, 10 കോടി നിന്ന് കിട്ടുമെന്നുള്ള കാര്യം. അല്ലാതെ ഏത് വക്കീലാണ് അല്ലാതെ ഇതിന് സംഭാവന കൊടുക്കാൻ വേണ്ടി വരുന്നത്? അതെ, കപിൽ സിബലല്ല, ഏത് സിബലായാലും. ഈ മോദി ഗവൺമെൻറ് വന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടിയിരിക്കുന്ന ആർക്കാണ്? കപിൽ സിബലിനല്ലേ. കപിൽ സിബലിനും മനു അഭിഷേകിക്കുകയാണ്. കാരണം എല്ലായിടത്തും കൊണ്ട് ഈ പാവങ്ങളെ മുഴുവൻ പറഞ്ഞ് പറ്റിച്ച് കേസ് കൊടുപ്പിച്ച് 1 കേസ് കൊടുത്തു കഴിഞ്ഞാൽ 3 കേസാക്കി, 3 കേസ് 6 കേസാക്കി, ഓരോ അപ്പിയറൻസിനും
25 ലക്ഷം 30 ലക്ഷം വീതം മേടിച്ച് 10ഉം 30ഉം അപ്പിയറൻസ് കഴിഞ്ഞ് കേസ് തോറ്റു പോകുന്ന സമയത്ത് അവർ ഗവൺമെൻറ്റിനെയും കോടതിയെയും കുറ്റം പറയും. ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വിഭാഗം എല്ലാം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സുപ്രീം കോടതി അക്കാര്യത്തിൽ സുവ്യക്തമായൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. എന്താണത്? ക്രിമിനലുകളെ വിട്ടയക്കരുത്, അല്ലാത്തവരെ ശിക്ഷിക്കരുത്. ക്രിമിനലുകളല്ലാത്ത വിദ്യാർത്ഥികളെ ഉടൻ വിട്ടയക്കണം. അത് വളരെ ഉചിതമായൊരു തീരുമാനമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത്തരം വാർത്തകളും ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങൾ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കണം. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും ചെയ്യണം.